ഹലോ, എവിടെ വെള്ളമൊക്കെ ഇട്ട് ഇന്നലെ കല്യാണം ഉണ്ടാ? ഇല്ല, കബഡി കളിക്കുന്നു. എന്ത് വരുന്ന ഏത് ടീമിന്റെ കൂടെ? കളിയാക്കിയാണ് നീ പരിഹസിച്ചാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ വരുന്ന ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിക്കുന്നു. കൊള്ളാം. ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് പറ്റിയ പണി. പൗരത്വബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഇനി ഞാൻ സംസാരിക്കും. പണ്ട് നിങ്ങൾ പറഞ്ഞത് 108ന്റെ ഡ്രൈവർ ആവണമെന്നാണല്ലോ. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ അങ്ങനെ പലതും പറഞ്ഞു വരും. എന്നാലും നിങ്ങൾ സമ്മതിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI, +2 പഠിക്കുമ്പോൾ ABVP, കോളേജിൽ പഠിച്ചപ്പോ KC. അതുകൊണ്ട് രാഷ്ട്രീയം എന്നെ പഠിപ്പിക്കണ്ട. പണ്ടേ നിങ്ങൾ മിടുക്കനാ. പിന്നെ എന്റെ വീട്ടുകാരായ നിങ്ങൾ എന്നെ പിന്തുണച്ചില്ലെങ്കിലും ശരി, എന്നെ തള്ളി. ചില സ്ഥാനാർത്ഥിമാർ സ്വന്തം വീട്ടിലെ വോട്ട് പോലും കിട്ടാതെ പൊട്ടിപ്പോയ പോലെ ഒരു അവസ്ഥ എനിക്ക്. ഇതൊക്കെ നമ്മുടെ കുട്ടിയെ കൂടുന്ന കാര്യമൊക്കെയാണോ? ഇതിനൊക്കെ ഒരുപാട് കാശൊക്കെ വേണ്ടേ? പിന്നെ കാശ് 10 പൈസക്ക് വിലയില്ലാത്ത ഞാൻ നല്ലൊരു പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാൽ കണക്കിന് കാശ് വീട്ടിലെത്തി. അതിനുള്ള ചുണ നമ്മളെ പാർട്ടിക്കുണ്ട്. നല്ല രീതിയിൽ പിരിക്കാൻ നമ്മൾ നിങ്ങളെ കൂടെ നിൽക്കാം. എനിക്ക് കാര്യം അറിയണം. ABCD പോലും എഴുതാറില്ലാത്ത നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയത്? എടി, ആൾക്കാരെ പറ്റിക്കാനേ വായി കിടക്കുന്ന നല്ലൊരു നാക്കും സുന്ദര കുറച്ച് വാഗ്ദാനങ്ങളും രക്ഷപ്പെടും. ഇത്രയും സമയം നിങ്ങളെ ഞാൻ പുച്ഛിച്ചു. ഇപ്പൊ പറഞ്ഞതോക്കെ. ഇനി നിങ്ങൾ അവഗണിക്കും, അത് കഴിഞ്ഞ് പരിഹസിക്കും, അത് കഴിഞ്ഞ് ഞായിരിക്കും നിങ്ങളെ വിജയം. എടി, അത് മതി. ഇലക്ഷനിൽ നിന്ന് ഞാൻ ജയിച്ച നിന്റെ ഉപ്പുപ്പാക്കൊരു കക്കൂസും കക്കൂസിപ്പാവൻ എയർപോർട്ടും ഞാൻ ശരിയാക്കി തരും. എന്റെയൊക്കെ ഷാനവാസളിന്റെ പാർക്ക് പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ. ഞാൻ ജയിക്കട്ടെ, എല്ലാം ശരിയാക്കും. നമ്മളെ കുടുംബവും നമ്മളെ നാട്ടുകാരെയും എല്ലാം ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. എങ്ങനെയുണ്ട് വാഗ്ദാനം? അപ്പോ എനിക്ക് നീ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. മനസ്സിന്റെ മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ.